എല്ലാവർക്കും നമസ്കാരം. നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ. വണ്ടി റിവേഴ്സ് ഓടിക്കാൻ പേടിയുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും വണ്ടി റിവേഴ്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണം. എവിടെയെങ്കിലും കുടുങ്ങിപ്പോയാലൊക്കെ ചിലപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിവേഴ്സ് എടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വണ്ടിയുടെ ബാക്ക് ക്ലിയർ ആയിട്ട് കാണണം. ബാക്ക് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഇതാ ഈ ഒരു റോഡ് ക്ലിയർ ആയിട്ട് കാണണം. ഇതെങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു ഗ്ലാസ്സിലൂടെയാണ്. അപ്പോൾ ഫ്രണ്ടിലെ റിയർ വ്യൂ മിറർ നോക്കിയിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റണം. പ്രധാനമായിട്ടും സെൻറ്റർ മിറർ നോക്കിയിട്ട് കാണാൻ പറ്റണം. അതേപോലെ തന്നെ സൈഡ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണം. ലെഫ്റ്റ് മിററിലൂടെ നമുക്ക് ഈ ഒരു കോർണർ കാണാൻ കഴിയണം, വണ്ടിയുടെ കോർണർ കാണാൻ കഴിയണം. അതേപോലെ തന്നെ ലെഫ്റ്റ് മിററിലൂടെ നമുക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണാൻ കഴിയണം. കണ്ടു കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയാണ് ബാക്ക് ടയർ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ലെഫ്റ്റ് മിററിലൂടെ, അതായത് ഈ ഒരു മിററിലൂടെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ മിറർ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ ഈ വണ്ടിയുടെ കോർണർ കാണണം, ബാക്കി പുറത്തേക്ക് കാണണം. അതുപോലെ നിങ്ങളുടെ മിറർ സെറ്റ് ചെയ്യുക. ലെഫ്റ്റ് മിറർ അങ്ങനെ സെറ്റ് ചെയ്യുക. റൈറ്റ് മിറർ ഈ ഒരു കോർണർ കാണുന്ന പോലെ സെറ്റ് ചെയ്യുക. ഡോറിൻ്റെ ഹാൻഡിൽ കാണണം, അതിന് തൊട്ട് താഴെയാണ് നമ്മുടെ ടയർ, ബാക്ക് ടയർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്യണം. റൈറ്റ് മിറർ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യുക. കുറച്ച് ഭാഗം ഇവിടെ കാണണം, ബാക്കി ഭാഗം ഇങ്ങോട്ട് കാണണം. അതിനുശേഷം നിങ്ങൾ നോക്കുക. ഇപ്പോൾ രണ്ട് മിററും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ വണ്ടിയുടെ മിറർ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നിങ്ങൾ ജസ്റ്റ് കോർണർ കാണുന്നുണ്ട്, ബാക്ക് ഡോറിൻ്റെ ഹാൻഡിലും കാണുന്നുണ്ട്. ഇനി ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സെൻട്രൽ മിറർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്ക് ഗ്ലാസ് ഉണ്ടല്ലോ അതിൻ്റെ ഔട്ടർ മൊത്തമായിട്ടും ഇതാ ഈ ഒരു ഗ്ലാസ്സിലൂടെ കാണാം. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ആ ഒരു ബാക്ക് ഗ്ലാസിൻ്റെ ഫുൾ ഔട്ടർ നമുക്ക് ഈ ഒരു മിററിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതാ ഈ ഒരു മിറർ നിങ്ങൾ നോക്കി, ഇതും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കി, ജസ്റ്റ് കോർണർ കാണുന്നുണ്ട്, ബാക്കി പുറത്തേക്കുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അപ്പം ഗ്ലാസ് താഴ്ത്തിട്ട് ഓടിക്കാൻ എന്തായാലും കഴിയില്ല. ഇപ്പോൾ റിവേഴ്സ് ഡ്രൈവ് ചെയ്യുന്നു. റിവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനിനി കുറച്ച് റൈറ്റിലേക്ക് എടുക്കണം ആദ്യം, അല്ലേ? എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പേസ് കൂടുതലുണ്ട്, ഇത് ഇവിടെ സ്പേസ് വളരെ കുറവാണ്. ഞാൻ എന്തായാലും നടുക്കെ എല്ലാം എടുത്തിട്ട് പോകുന്നത്, ലെഫ്റ്റ് ചേർത്തിട്ടാണ് എടുത്തിട്ട് പോകുന്നത്. പതിയെ ബാക്ക് എടുക്കാനാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഞാൻ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. ഇതാ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ ആ ടാറിങ്ങിൻ്റെ ഒരു ടാറിങ്ങിലൂടെ തന്നെയാണ് വണ്ടി എടുത്തിട്ട് പോകുന്നത്, പുറത്തല്ല. ഇതാ അത് ഈ മിററിലൂടെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കണ്ടില്ലേ? ഈ ഒരു സമയത്ത് നമ്മൾ ഈ സെൻട്രൽ മിറർ നോക്കാം, ബാക്കിൽ നിന്ന് വണ്ടികൾ ഉണ്ടോ നോക്കാം. വണ്ടികളൊന്നും ഇല്ല. ഇവിടുന്ന് നോക്കാം, റൈറ്റ് നോക്കാം. കണ്ടില്ലേ? മിറർ നോക്കി പതിയെ ബാക്കിലേക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം. ബാക്കിൽ വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കണം. ഇനി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് റൈറ്റിലേക്കാണ് ചേർത്തെടുക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റിയറിങ് റൈറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ റൈറ്റ് ചേർത്ത് വണ്ടി പോകുന്നുണ്ടാവും. നമ്മൾ എപ്പോഴും റെഫർ ചെയ്യേണ്ടത് ബാക്ക് സൈഡാണ്. ബാക്ക് എങ്ങോട്ടേക്ക് പോകണം? ബാക്ക് റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക സ്റ്റിയറിങ്, ലെഫ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇതാ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ലെഫ്റ്റിലേക്ക് കുറച്ച് ഞാൻ തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു, വണ്ടി ഇതാ ലെഫ്റ്റ് ചേർത്ത് പോകുന്നു. നോക്കിയേ നിങ്ങൾ, വളരെ സ്മൂത്തായിട്ട് എനിക്ക് ഇങ്ങനെ പതിയെ പോകാൻ പറ്റുന്നുണ്ട്. ഇതാ ഞാനിപ്പോൾ ഇങ്ങനെ റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, അതാണ് ഗ്ലാസ് ക്ലിയർ ഇല്ലാത്തത്. കണ്ടില്ല? ഇങ്ങനെ ബാക്ക് പോകുന്നു. നോക്കി, ഇനി എത്ര വളവാണെങ്കിൽ പോലും നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ തിരിച്ച് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കിൽ വണ്ടികളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. കണ്ടില്ലേ? ഇപ്പോൾ ഇതൊരു വളവാണ്. ആ വളവ് ഞാൻ ഇതാ പതിയെ തിരിക്കുന്നു. കണ്ടില്ല? വളവ് ഇങ്ങനെ തിരിഞ്ഞു വന്നു. ഓക്കെ, നിങ്ങൾ ഞാൻ റിവേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. പതിയെ ഞാൻ വലത്തേക്ക് സ്റ്റിയറിങ് തിരിക്കുന്നു. പതിയെ തിരിക്കുന്നു, സ്റ്റിയറിങ് സ്റ്റഡിയാക്കുന്നു. ഞാൻ ഈ വളവ് ഇങ്ങനെ തിരിഞ്ഞ് വന്നു കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ റിവേഴ്സ് നമുക്ക് വളവാണെങ്കിൽ പോലും വളരെ സ്മൂത്തായിട്ട് ഇതേപോലെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങോട്ടാണോ വണ്ടി പോകേണ്ടത്, വണ്ടിയുടെ ബാക്ക് പോകേണ്ടത്, ആ ഭാഗത്തേക്ക് സ്റ്റിയറിങ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് പോവാം. ഓക്കെ, മിറർ ഫുള്ള് ആക്ച്വലി മഴയായതുകൊണ്ടാണ് കാണാത്തത്. കണ്ടില്ലേ? ഒന്ന് ഗ്ലാസ് താഴ്ത്തിട്ട് വീണ്ടും പൊക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി വിഷയം ക്ലിയർ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പതിയെ വണ്ടി എടുക്കുന്നു.
ഞാൻ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ എങ്ങനെയുണ്ട്, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ അറിയിക്കുക. എന്തായാലും പിന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്